മലയാളം മിഷൻ നീലക്കുറിഞ്ഞി സീനിയർ ഹയർ ഡിപ്ലോമ കോഴ്സ് സർട്ടിഫിക്കറ്റ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിവിധയിടങ്ങളിലെ പഠന കേന്ദ്രങ്ങളിൽ നിന്ന് മലയാള ഭാഷയിൽ പഠനം പൂർത്തിയാക്കിയ ആദ്യ ബാച്ചിലെ 156 പേരിൽ 150 പേരും വിജയിച്ചു. 96.15% ആകെ വിജയം. പ്രവാസ ലോകത്തെ വിദ്യാർത്ഥികളായ മലയാളി കുട്ടികൾക്ക് മലയാള ഭാഷ പഠിക്കാനും കേരളത്തിന്റെ സംസ്കാരവുമായി അടുത്തിടപഴകാനും വേണ്ടി കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് മലയാളം മിഷൻ. മിഷൻ നടപ്പിലാക്കുന്ന 4 ഡിപ്ലോമ കോഴ്സുകളിൽ സീനിയർ ഹയർ ഡിപ്ലോമ കോഴ്സായ നീലക്കുറിഞ്ഞിയുടെ ഫലമാണ് മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി പ്രവാസ ലോകത്തെ കുട്ടികൾ മാതൃഭാഷയിൽ 10ാം തരം തുല്യത നേടുന്ന ചരിത്ര മുഹൂർത്തമാണിതെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. 4000-ഓളം വരുന്ന പഠന കേന്ദ്രങ്ങൾ, 50,000-ഓളം വിദ്യാർത്ഥികൾ ഇന്ന് മലയാള ഭാഷ ഇതുവഴി പഠിക്കുന്നുണ്ട് എന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് അഭിമാനകരമായ കാര്യമാണ്. ലോകത്തെ ഒരു സംസ്ഥാനത്തും ഒരു രാജ്യത്തും സ്വന്തം ഭാഷ ഇത്തരത്തിൽ പഠിക്കാൻ താല്പര്യമുള്ള മറ്റു രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും ജീവിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രയോജനകരമായി നടപ്പാക്കുന്ന പക്ഷേ ഏറ്റവും ശ്രദ്ധയോടെ നടപ്പാക്കുന്ന അപൂർവമായ ഒരു സംസ്ഥാനമായിരിക്കും കേരളം. അത് കേരള ഗവൺമെന്റിന്റെ ഒരു മികച്ച നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. പരീക്ഷ എഴുതിയ 156 പേരിൽ 150 പേരും വിജയിച്ചു. 26 പേർക്ക് A+ ഗ്രേഡ് ലഭിച്ചു. 42 പേർക്ക് A ഗ്രേഡും 38 പേർക്ക് B+ ഗ്രേഡും ലഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനമായ SCERT അംഗീകരിച്ച പാഠ്യപദ്ധതിയുടെയും പാഠപുസ്തകങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കോഴ്സുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.